Yes guys, welcome back. സുഹൃത്തുക്കളെ, നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്ന ഗെയിമിന്റെ പേരാണ് കമല. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഗൈസ്. ഇതേപോലെ കുറെ വീഡിയോസ് വരാൻ കിടക്കുന്ന ഗൈസ്. എന്റർടൈനർ, ഫുൾ എന്റർടൈനർ ഗൈസ്. സോ ലൈക്കും കൂടെ ചെയ്ത് വെച്ചേക്ക് നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ലെറ്റ്സ് ഗോ. സോ യെസ് ഗൈസ്, ആദ്യ സ്റ്റോറിയാണ്. Kamala had a big smile on her face on wedding day as she and the welcomed Kamala to her news. Happy life guys, happy life. Destiny had different plans for her. Kamala was suspected of being evil spirit. ഗൈസ് ലെറ്റ്സ് ഗോ. സോ ആ മന്ത്രവാദിയാണ് സുഹൃത്തുക്കളെ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ കണ്ടാൽ മതി. അവിടെ ചെല്ലുമ്പോൾ കമല മടലൊക്കെ വെച്ചെറിയും. പ്രഭാകർ നിവാസണ്ണെ, നല്ല വീട്. ഓക്കെ, പേശാബ് കർണ മനാഹേ, ചൂച്ചു ഒഴിക്കാൻ പാടില്ല. അങ്ങനെ അകത്തോട്ട് പോകുമ്പോൾ നിനക്ക് ചേച്ചിയോ സോ ഇവിടെ ഒന്നും ഇല്ല, ഒരു കുറ്റിക്കാടാണ് ഇവിടെ. ഇതെന്താ? ഇതാണ് കമലയുടെ വീട്. ദാരിദ്ര്യം പിടിച്ച് വീട്. ജോലിക്കും പോവില്ല. എന്തായാലും ആട്ടെ. ഇതെന്ത് സാധനം? വടിക്കഷ്ണം. എന്താ? കമലേനെ അടിച്ചിടാനാണ്. അപ്പൊ നമ്മൾ എക്സ്പ്ലോറിങ് ആയിരിക്കും ഗൈസ്, കാരണം നമുക്ക് ഒന്നും അറിയില്ല ഇതിനെ കുറിച്ചൊക്കെ. സോ ഇതല്ലായിരുന്നു വീട് ഗൈസ്. ഓ, കമലാസ് ഹൗസ്, ലെറ്റ്സ് ഗോ. ഇവിടെ കൊട്ടാരം പോലത്തെ വീട് കേട്ടാ. ഇത് വേറൊന്നുമല്ല ഗൈസ്. എന്താ അവരെയൊക്കെ ഓടിച്ചു വിട്ടിട്ട് ഇവർക്ക് ഇവിടെ കിടിലാവാനുള്ള പരിപാടിയാണ്. ഇതെന്താ പോട്ടോ? ഇവിടെ എന്താ? തീയാണ് ഗൈസ്. തീ കാരണം തുറക്കാൻ പറ്റില്ല. എന്താ സ്കെയിലാ? എന്താ? എടാ, ഇത് മറ്റേ സാധനം, പഴയത്. മറ്റേ ഇങ്ങനെ അടിക്കുമ്പോ വെള്ളം വരുന്ന സാധനം. മറ്റേത് കുറെ താഴെയൊക്കെ വെള്ളമുള്ള സമയത്തൊക്കെ ഉപയോഗിക്കണം. ഇതിലാണോ വെക്കേണ്ടത്? തന്നെ. ലെറ്റ്സ് ഓക്കെ. അവിടെ തീ വളരെയാണ്. സോ അവിടെ നിന്ന് വെള്ളം എടുത്ത് കൊണ്ടുവരാൻ ആ കലം വേണം ഗൈസ്. കലം ദേതോ? ഓക്കെ ബാബാ. ഓക്കെ വാട്ടർ ഫില്ലായി. സോ ഇത് കൊണ്ടുപോയി ഒഴിക്കണം ഗൈസ്. ഒഴിയടാൻ മുന്നേ അത്രേ ഉള്ളൂ. ഓ, കല അപ്രത്യക്ഷമായി ഗൈസ്. സോ ലെറ്റ്സ് ഗോ. നമുക്ക് കയറി നോക്കാകത്ത് ചെല്ലുമ്പോൾ കാണാൻ കേട്ടാ വറക്ക് നമ്മൾ കിട്ടി. കമലേച്ചിയുടെ വീട്ടിൽ വന്ന് കമലേച്ചിയുടെ ചായ ഞാൻ ഇവിടെ എത്തി കേട്ടാ. ഇരിക്കാനും പറ്റില്ലേ? കൊള്ളാം, കുഴപ്പമില്ല. ഓനോ ബട്ട് ഐ ആം നോട്ട് ഫിയർ. അതിൻ്റെ ഒരു ചുമപ്പ് കളറ്. ഇവിടൊക്കെ ലൈറ്റ് ഉണ്ടല്ലേ? എടാ, ചിലങ്ക ആയിരുന്നില്ല, ഈ സാധനമായിരുന്നടേ, മനുഷ്യനെ പേടിപ്പിക്കാൻ വേണ്ടി. ഓ മൈ ഗോഡ്. എക്സസൈസ് കമലയോ? കമലയിൽ നമ്മൾ എക്സസൈസ് ചെയ്യിക്കണം. ഇതിന്റെ ഉള്ളിലൊന്നും ഉണ്ടെന്ന് പറയല്ലേ ദൈവത്തെ ഓർത്ത്. ഹൃദയാഘാതം തട്ടിപ്പോയി ഞാൻ. പയ്യൊക്കെ ഒരു ഗോസ്റ്റ് എൻട്രി ആണെങ്കിൽ നമ്മൾ സമ്മതിച്ചു കേട്ടോ. ഇതെന്തൊരു താലപ്പൊലിയോ? പ്രാർത്ഥിക്കാനുള്ള സാധന. പ്രെയർ പ്ലേറ്റ്. മലേച്ചിക്ക് ദേഷ്യം വന്നു പോവാണ്. സൗണ്ടൊക്കെ കേട്ട് കേട്ടാ. ട്യൂട്ടോറിയൽ പോലത്തെ സാധനത്തിലാക്കണ്ട. സെന്ററിൽ ഒരു സ്ഥലം ഉണ്ടെന്നൊക്കെയാണല്ലോ. ചുമപ്പ് കേട്ടോ. ഇനി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം ഗൈസ്. എനിക്ക് റിവൈവ് ചെയ്യേണ്ട ഗൈസ്. നമ്മൾ ഇത്രയൊക്കെ മനസ്സിലാക്കി. ഇനി ഞാൻ ട്യൂട്ടോറിയലൊക്കെ കണ്ട് പഠിച്ചിട്ട് വന്നിട്ട് സെറ്റാക്കും ഗൈസ്. കമലേനൊക്കെ നമ്മൾ അറിഞ്ഞു വിടും, അത്രേ ഉള്ളൂ.